ഹായ് ഫ്രണ്ട്സ്, നാടൻ അടുക്കള യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നേരെ നമ്മൾ വീഡിയോയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മളൊരു സ്പെഷ്യൽ അവിയലാണ് ഉണ്ടാക്കുന്നത്. അവിയൽ ഉണ്ടാക്കിയ വീഡിയോ നമ്മുടെ വേറെ ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇത് പോയി ഇതൊക്കെ ഒന്ന് ചെത്തേണ്ട കഷ്ണങ്ങൾ ചെത്തിയെടുക്കുക, ചിരണ്ടിയെടുക്കേണ്ടത് ചിരണ്ടിയെടുക്കുക. അതിനുശേഷം നമുക്കിതെല്ലാം നന്നായിട്ട് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. പിന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ ഞാനിവിടെ നന്നായിട്ട് ഓരോന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വഴുതനം, അതുപോലെ മത്തൻ, പടവലങ്ങ, വെള്ളരി, കിഴങ്ങ്, കായ, ക്യാരറ്റ്, അമരപ്പയർ, ഇത് നമ്മുടെ അരിഞ്ഞാണപ്പയറെന്ന് നമ്മൾ പറയും ഇവിടെ. പിന്നെ മുരിങ്ങയ്ക്ക, ചേന, ഒരു സവാള, പിന്നെ പീച്ചങ്ങ, അതുപോലെ തന്നെ തടിയൻക, തക്കാളി. ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മൾ പച്ചക്കറിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു ചീനച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സവാള ഇതുപോലെ നീളത്തിനരിഞ്ഞത്, തക്കാളി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരല്പം ഉപ്പുപൊടി, അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കുക. നമ്മളിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തു, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, മുളക് പൊടി ചേർത്ത് കൊടുത്തു, പച്ച വെളിച്ചെണ്ണ, കറിവേപ്പില. അപ്പോൾ ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഒട്ടും ചേർക്കരുത്. നമ്മുടെ കഷ്ണമൊക്കെ ഏകദേശം വെന്ത് വരാറായിട്ടുണ്ട്. ഇനി നമ്മളിപ്പം ഇതിനകത്ത് സ്പെഷ്യലായിട്ടൊരു സാധനം ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചേർക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാനുള്ള തേങ്ങയൊക്കെ ഞാനിവിടെ തിന്മ വെച്ചിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളതിനകത്ത് സ്പെഷ്യലായിട്ട് ഒരു സാധനം ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിരിക്കണം, നല്ല കട്ടി തേങ്ങാപ്പാലാണ്. അപ്പോൾ കഷ്ണം വെന്ത് പകുതിയായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ തേങ്ങാപ്പാലൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പം അരപ്പിനുള്ളത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്. ഇത്രയാണ് നമ്മൾ അരപ്പിന് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറങ്ങാണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ തേങ്ങാപ്പാലൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പൊന്ന് അരച്ചെടുക്കുകയും വേണം. ഈ കഷ്ണത്തിലോട്ട് നമുക്ക് തേങ്ങാപ്പാലൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ തേങ്ങാപ്പാൽ കിടന്ന് ആ കഷ്ണം ഇനി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണയുടെ പച്ച വെളിച്ചെണ്ണയുടെ മണവും തേങ്ങാപ്പാലും ഒക്കെ ഇടാകുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർത്താണ് അവിയൽ വെക്കുന്നത്. നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. നമ്മൾ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അരപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് യോജിപ്പിക്കാം. നമ്മൾ വെള്ളമൊന്നും ഒട്ടും ചേർത്ത് കൊടുത്തിട്ടില്ല, നമ്മൾ തേങ്ങാപ്പാൽ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, അതേപോലെ തന്നെ വെളിച്ചെണ്ണയും. അവിയൽ എല്ലാം കഷ്ണത്തിനകത്ത് അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ശകലം വാളൻതുള്ളിയുടെ ജ്യൂസാണിത്, ഇതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയും കറിവേപ്പിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ അങ്ങോട്ടങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഇറക്കി വെക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു വെറൈറ്റി അവിയൽ ഇവിടെ നമ്മുടെ
നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതേപോലെയുള്ളൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.